ഹലോ ഗൈസ്, അപ്പോൾ നമ്മളൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വ്ളോഗും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളിതാ ഈ റൂം ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ വേറെ എങ്ങോട്ടോ പോവാണ്, എങ്ങോട്ടാന്നുള്ള അറിയില്ല. അപ്പോൾ നമ്മളെ ഇന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സഷാൽ സൽമാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ കൈയൊക്കെ മുറിഞ്ഞിട്ടോ ഇവിടെ വന്നുകൊണ്ട് അത് കാണിച്ചെടുത്താ. ഇവിടെ വന്നുകൊണ്ട് താടിയൊന്നും ഷെയ്പ്പാക്കാൻ സമയം കിട്ടിയില്ല, അങ്ങോട്ട് വരാൻ നേരത്തെ പറഞ്ഞിട്ട് താടിയൊക്കെ ഷെയ്പ്പാക്കിയതാ. ഇവിടെ മുറിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞാ ഇതവിടെ മുറിഞ്ഞ്, അതേപോലെ കയ്യും മുറിഞ്ഞ്, ആകെ ചോരക്കളി ഇനി. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കണം മെയിനായിട്ട്. നമ്മളെ മറ്റേ എന്താ മാജിക് സിറ്റി പോയിട്ട് അവിടെ കുറച്ച് പകൽ സമയത്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുക്കണം. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഏത് സ്ഥലത്തേക്ക് ഷബാന പോണ്? സമർക്കന്ത് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഇനി 2 ദിവസം അവിടെ ആവും ഉണ്ടാവുക. അപ്പോൾ എന്തായാലും നമ്മൾ ഈ സാധനങ്ങൾ ഇത്രയും സാധനങ്ങളാണുള്ളത്. അത് പിന്നെ ഷബാനുവിൻ്റെ പേരിൽ നിന്ന് കൊടുത്തയച്ച കുക്കറും മിച്ചറും പിന്നെ ചിപ്സ് അങ്ങനെ സാധനങ്ങളൊക്കെ ഇനി കുറേ സാധനം അതിക്ക് മാറ്റി. ഞങ്ങളത് പിന്നെ ആകെ 3 പെട്ടിയുള്ളൂ ഇനി. അപ്പോൾ ഏതായാലും നമ്മൾ താഴത്ത് പോവാണ്. താഴത്ത് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും എന്താണെന്നുള്ളത് കാണാം. അപ്പോൾ നമ്മൾ ഈ റൂമിൽ നിന്നും ഇവിടെ പറയുകയാണ്. ആരോ കയറി വന്ന് പെട്ടെന്ന്. കുറച്ച് സാധനമുള്ളൂ. 1 2 3 4 ചട്ടപ്പെട്ടി നിൽക്കൂ. അപ്പൊ ഇതാ തീ കിട്ടൂടേനു ഈ പെട്ടിക്ക്. 1 2 3 4 5 6 1 2 3 4 5 7 ഉണ്ട്. 2 ബാഗ്. ഒന്നുമില്ല, എൻ്റെ സ്റ്റൈൽ നോക്കിയതാ. സോറി, വരുന്നില്ല. ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. പൊന്തിച്ചു പെരമാറി പോണ പോലുണ്ട്. എത്ര പെട്ടിയാ? ഇത് കണ്ടാൽ തന്നെ ചിലപ്പോൾ ഇവിടെ വെക്കാൻ സമ്മതിക്കൂല. പോട്ടെ ഇവിടെ കാണാ. എന്താ കോൺഫറൻസ് ഹാളോ? നമ്മളെ പെട്ടിയും സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാൻ പറഞ്ഞു. ഇത് നമ്മളതല്ല കേട്ടോ. ഏതോ ആരതാണ് കഴിഞ്ഞോ? അതിനുള്ളൂ. ഇല്ലേ? ആവശ്യമില്ലല്ലോ. കുറേ ആൾക്കാർക്ക് ഉണ്ടല്ലോ. ഇത് പിടിച്ചാ സൽമാനോട് വിശേഷങ്ങൾ ചോദിക്കട്ടെ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. കാലമായി കണ്ടിട്ട്. കുറേ കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ പിന്നെയും കണ്ടുമുട്ടി. അതെ, ഇതാരും കണ്ടിട്ട് നോക്കണ്ടത്. രാവിലെ മുറിഞ്ഞതാ. രാവിലെ വന്നപ്പോൾ തന്നെ അവന് തീരെ സമയം കിട്ടിയിട്ടില്ല അറിഞ്ഞാണ്ട് കാട്ടിക്കൂട്ടിയാണ്. അത് എന്തുകൊണ്ടറിയോ? എൻ്റെ അല്ലേ ഇപ്ര ഓളെ മറ്റേ ഐബ്രോ. ഇവനൊരു സ്റ്റാൻഡേർഡ് ആള്. കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാണ്ട് ഡോക്ടറാവാൻ നിൽക്കുകയാണ്. എന്ത് കാർഡ്? ടൂറിസ്റ്റ് രജിസ്ട്രേഷനോ? ഓരോ ദിവസം രജിസ്റ്റർ ചെയ്യണം. നമ്മളിവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ്. ഇത് ഇതിൻ്റെ കൂടിയോ? ഉസ്ബെക്കിസ്ഥാൻ കൂടിയല്ലേ? അപ്പൊ അപ്പുറത്തോ? പാസ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ ഡെയിലി രജിസ്റ്റർ ചെയ്യണം തോന്നുന്നുണ്ട്. ആൾ ഇവിടെ ഉണ്ടോ ഇല്ലെന്ന്
അങ്ങനെ എന്തൊക്കെയോ പരിപാടികളുണ്ട്. അപ്പോൾ നമ്മൾ ടൂറിസ്റ്റ് ആയതുകൊണ്ട് പാസ്പോർട്ട് വെച്ചിട്ട് രജിസ്ട്രേഷൻ ചെയ്യണം ഡെയിലി. ദിവസം ചെയ്തിരുന്നു, അപ്പോൾ ഇന്നും കൂടി ചെയ്യണം, നാളെയും കൂടി ചെയ്യണം. വേറെ കൊണ്ടുകൊടുക്കട്ടെ. അപ്പോൾ ഏതായാലും നമ്മൾ ഇതെടുത്ത് പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച്, ഇതൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആട്ടോ. ഇത്രയും ദിവസം വേറെ ടൈപ്പ് റെസ്റ്റോറൻറ്റാണ് കഴിച്ചിന്. അപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വണ്ടി വെയിറ്റ് ചെയ്യാണ്. അല്ലാ മാറുന്ന ഫ്രാ എന്താ പോൻ്റെ വരവ്? ഇതാണ് നേരത്തെ ഒച്ച ഉണ്ടാക്കി പോയത് അല്ലല്ലേ? ഈ വണ്ടിയാ? ബിൽഡിങ് നല്ല രസമുണ്ട് കാണാം. ഏത് അവിടെ നിർത്തിയതോ? അമ്മേ ശബാനുവിന് പനി ഉണ്ടെന്നാ പറഞ്ഞോ, മുഖമൊക്കെ വാടിക്കണേ. നമ്മളെങ്ങട്ടാ പോണ? ചോർസു ബസാർ. അവിടെ എന്തല്ലേ എത്തിയിട്ട് കാണാന്നാണോ അതോ? നാട്ടിലല്ലേ? എല്ലാം കിട്ടും അവിടെ. അവിടെ ഇഫ്രക്ക് മറ്റേ കുതിരന്റെ നാവ്, പോത്തിന്റെ നാവ് കാണാൻ പറഞ്ഞു അല്ലേ? അതിന് കറിയൊക്കെ കിട്ടും അവിടെ. നല്ല നാവ് ഫ്രൈ കൂട്ടിയാണ്ട് ഇന്ന് ഉച്ചക്കൊരു ചോറ്. നമ്മളെ സർപ്രൈസ് ആക്കി. തണുപ്പ് പ്രശ്നമല്ല, ഫുഡുകള് കുഴപ്പമില്ല, എല്ലാ ഫുഡും കഴിക്കുന്നുണ്ട്. തണുപ്പിൽ പോയിട്ട് ഒരു കുഴപ്പമില്ല. ബാക്കി ഞങ്ങൾക്കൊക്കെയാണ് പനിയൊക്കെ വന്നത്. സ്ട്രോങ്ങുകളാ. ഇന്നത്തെ ഔട്ട്ഫിറ്റ് ചെക്ക് പറയട്ടെ. നമ്മൾക്ക് പോകാനുള്ള വണ്ടി എത്തിയിട്ടുണ്ട്. നമ്മൾ എല്ലാവരും വണ്ടി കയറാൻ പോവാണ്. ബാഗൊന്ന് പിടിച്ചേ. ഇതിൽ നല്ല ലെഗ് സ്പേസ് ഉണ്ട് കേട്ടോ. ഇതിൽ ലെഗ് സ്പേസ് എല്ലാം ഉണ്ട്. പൂക്കി വണ്ടിയാണ്. ഹോങ്കി എല്ലാം ചൈന വണ്ടിയാണ്. നല്ല ലുക്കും നല്ല ഫീച്ചേഴ്സും എല്ലാം ഉണ്ട്. ഇതേ സൺറൂഫൊക്കെ ശരിക്കും ഒരു അധികം പറ്റാണ്. ഇലക്ട്രിക് വണ്ടിയാണ്. തലവേന ഉണ്ടാവും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ പോകാൻ പോകുന്നത് ആ കാണുന്ന അതിൻ്റെ ഉള്ളിലാണ്. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് അവിടെ എത്തിയിട്ട് തന്നെ കാണാം. ക്രോസ് ചെയ്യാം. സൽമാനെ, നമ്മൾ ചെറിയൊരു ഇത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ? ഇവിടുത്തെ ഏറ്റവും വലിയ ബസാറാണ് ചോർസു ബസാർ എന്ന് പറയും. ഏറ്റവും വലിയ ബസാർ ചോർസു ബസാർ. എല്ലാ അപ്പോൾ കട്ട സാധനകാരം ഓക്കെ സീനാണ്. നമ്മളെന്താ വെച്ചാൽ ഇവിടെ വരുമ്പോൾ എന്താ പറയുക, വെറും മറ്റേ മഞ്ഞുള്ള സ്ഥലം, ടൂറിസ്റ്റുകാർ മാത്രം പോകുന്ന സ്ഥലം, അങ്ങനെയല്ലാതെ ഇവിടെ അങ്ങനെ വന്ന് കാണുന്ന സ്ഥലം അത്. അപ്പോൾ ഇവിടെ എത്ര വർഷമായി? ഇവിടെ 4 വർഷമായി. അപ്പോൾ ഇവിടുത്തെ ഭാഷയും അറിയാം, അതേപോലെ തന്നെ ഇവിടുത്തെ സ്ഥലങ്ങളും അറിയാം. അതുകൊണ്ട് ഇപ്പം ഉണ്ടായതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളും കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ അവന് ഇവിടെ പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്നതാണ്. ഇവിടെ ഇവരൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറി എന്താവുന്ന ഒരു ഐഡിയ ഇല്ല. ഞങ്ങൾ പിന്നെ കസാക്കിൽ വന്നപ്പോൾ ഇതേപോലെ ഒരു സ്ഥലത്ത് കയറിന്, ഇതേപോലെ ഒരു മാർക്കറ്റ് കയറിന്.
അതുകൊണ്ട് എനിക്ക് ചെറിയൊരു ഐഡിയ ഉണ്ട് അവിടെ എന്താ ഉണ്ടാവുക. ഇപ്പോഴൊക്കെ ഒരു ഐഡിയ ഇല്ല. ഏതായാലും അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും കാണാം. ഇതാണ്ടോ ഇവിടുത്തെ എൻട്രൻസ്. അതെ ATM ഇവിടെ ഉണ്ട്. അല്ലാ അവിടക്ക് എന്താണ് ഡ്രസ്സും കടയിൽ നിന്ന് തുടങ്ങിയല്ലേ. ആദ്യം നമ്മൾ കാണുന്നത് അവിടെ നിനക്ക് ഈത്തപ്പഴം നോക്കി ഫ്രാ. അതൊന്നും ഞാൻ നോക്കിട്ടില്ല. നോമ്പിന് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ത് അപ്പുറത്തും ഇപ്പുറത്തും മുഴുവൻ ഡ്രസ്സാള്. പോണേ പിടിക്കോ അത്. അല്ല നമുക്ക് ഉള്ളിൽ പോയി വരുമ്പോ നോക്കിയാ പോരെ. ആ എടാ പനീറോ എടാ ഒന്ന് എനിക്ക് ഇങ്ങനത്തെ വാങ്ങണം. എടാ ഇത് ഡിസ്നിലാൻഡ് അല്ലേ? ഡിസ്നിലാൻഡോ അല്ല ഡൂപ്പൈന്റെ. ഇതിന്റെ ഒന്ന് ഉസ്ബെക്കിസ്ഥാൻ എഴുതിയ ഏതായാലും മതി. ഒന്നുകൂടി പറഞ്ഞാണി. ഉസ്ബെക്കിസ്ഥാൻ. ഇതൊന്ന് വാങ്ങണേ നമുക്ക്. വരുമ്പോ നോക്കാം. അവിടെ വേറെ എന്തൊക്കെയോ ഉണ്ട്. ഡ്രസ് സെൽമോൻ ഇവിടെ 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 ബാഗ്. ഇതില് കേറല്ലേ? ഇതില് കേറാ. ഇവിടുത്തെ ട്രഡീഷണൽ എങ്ങനെയാണ്? ഇവിടുത്തെ ഡ്രസ്സാണത്. ട്രഡീഷണൽ ഡ്രസ് അല്ലത്. ഇതൊന്ന് വാങ്ങണം. ഇൻഷാ അല്ലാ. എന്ത് എന്താ എന്താ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ചായ് ഇതൊക്കെ എന്താ മൂപ്പരേ എന്താ എന്താ വെച്ചാ സിഗരറ്റിന്റെ വാങ്ങിയിട്ടില്ല. ഫുൾ സാലഡ് സെക്ഷൻ അത്. ഫുൾ സാലഡ് സെക്ഷൻ ഒക്കെ സാലഡ്. ഇത് വലിയൊരു മാർക്കറ്റ് തന്നെയാണോ? ക്യാരറ്റ് അങ്ങനെ അറിയാം. ഈ സ്ഥലം എടുത്താൽ കുറച്ച് ക്ലാസ് ഒക്കെ വെച്ചേ. എന്താടാ ചർണം വേണം. എങ്ങനെ ക്യാരറ്റ് അല്ലത്? എന്താ ചേച്ചി കാട്ടണം? അറിയില്ല. മല പോലെ ഇതെന്ത് മല പോലെ വെച്ചിട്ട് സുർക്കിലിട്ടത്. തക്കാളി സുർക്കിലിട്ടത് ആണോ? ഓ വെളുത്തുള്ളി പിന്നെ തിന്ന് നോക്കിക്കണേ. സുർക്കിലിട്ട് തക്കാളി ഒന്നും ഇല്ല. ഇത് ഫുൾ സാലഡ് ആണല്ലോ. ഇതെന്താ ഫുൾ അച്ചാറ് മാത്രമേ ഉള്ളൂ? എനിക്ക് എന്താ വേണ്ടിയ? കൊക്കൊന്നും വേണ്ട. പറയല്ലേ ബാഗും അത് മാത്രം മതി. ഇതെന്തത്? ചിക്കൻ. റബ്ബേ ഇത് കണ്ടപ്പോ ഞാൻ തിന്നാൻ തുടങ്ങൂല കേട്ടോ. അല്ല ഇതൊക്കെ കാണേണ്ട സ്ഥലാണേ. എന്തേ മോകത്ത് അങ്ങനെ പിടിച്ചിരിക്കണേ? ഇത് എന്തിന്റെ കാലം അറിയോ?
ഇത് കുതിരയല്ലേ? അല്ല അത് കുതിരയല്ലേ? നമുക്ക് പോണം പുറത്തേക്ക്. ജിംഷും കുതിരന്റെ വാലാണ് ഇത്. പശുവല്ലേ കുതിരയാണല്ലേ? നാവിന്റെ വലിപ്പം നോക്ക്. ഇങ്ങോട്ട് നോക്ക്, നാവ് നോക്ക്, നാവ് നോക്ക്. അതന്നെ കണ്ടു, ഒരു വട്ടം കണ്ടിട്ട് തിരിഞ്ഞോ? നാവ് നോക്കിന്. ഇത് നേരെ നോക്കി നടന്നാ കൊണ്ടുപോവോ? കൊണ്ടുപോകണ്ടല്ലോ. അത് നമ്മൾ ഇനി അടുത്ത സെക്ഷനിക്ക് പോകും. എനിക്ക് ഇഷ്ടല്ല, ഞാൻ ഇറച്ചി പിടിക്കാനെ പോകലില്ല. ഞാൻ പറഞ്ഞില്ലേ കുതിരയാണ്. കുതിരന്റെ മുട്ടുംകാലാക്കണം. സൂപ്പ് ഉണ്ടാക്കാനാണ്. ഇതുണ്ടോ? നമ്മൾ അടുത്ത സെക്ഷനിക്ക് പോകുകയെ. അങ്ങോട്ട് പോകാം. ഇത് ഫുൾ മീറ്റിന്റെ സെക്ഷൻ ആട്ടോ. ഇഫ്ര ഇനി എല്ലാം കാണണ്ടേ? ഇവിടെ കാണിച്ചു ഇത്രയും മീറ്റ് ഉണ്ടായിട്ട് ഇവിടെ മണല്ലല്ലോ. ഇതൊക്കെ ഇഫ്ര എങ്ങനെയുണ്ട് ഇഫ്ര? എങ്ങനെയുണ്ട്? എടി നമ്മള് എപ്പോഴും പോകുമ്പോ എല്ലാ ഇങ്ങനത്തെ ലോക്കൽ ഏരിയസും കാണണ്ടേ? അത് ശരി, ഇതൊക്കെ കാണേണ്ട സ്ഥലമാണ്. ഇങ്ങനത്തെ സ്ഥലം കണ്ടിട്ടില്ലല്ലോ. ഏത്? ആ ലോക്കല്ലേ. മക്കഡാമിയ മക്കഡാമിയ വാങ്ങാം. മൊത്തം നട്സിന്റെ ഏരിയ കേട്ടോ. ഇത് ഇതിപ്പോ മനസ്സിലാക്കണ്ട. ഓൾക്ക് വേണ്ട പറയണ്ട, എന്താ പറയേണ്ട പോലെയാണ്. ടേസ്റ്റ് ഒക്കെ പറ്റുമോ? പൈസ കൊടുക്കണം മുത്തേ? ടേസ്റ്റ് ചെയ്ത് നോക്കാനാണ്. എന്നിട്ട് വേണമെങ്കിൽ കഴിക്കാന്നില്ലതില് രസമുണ്ടോ? നോട്ടൊരു ഭക്ഷണം മാർക്കറ്റ് ആട്ടത്. സി മാർക്കറ്റ്. വേണ്ട, ലോക്ക് മാത്രം സാധനം വാങ്ങിയാൽ മതി. അത് എവിടുന്നാ വാങ്ങല്? ഇത് ഞാൻ കൊണ്ടുവരുന്നൊക്കെ ചാവി ഞാൻ അവിടെ വേറെ വാങ്ങലാണ്. അത് എടുത്തിട്ടില്ല അപ്പൊ പെരീന്ന്. ഇപ്പെന്താ അതല്ല കൊണ്ടുപോകാനാണ്. അപ്പൊ പെരീന്ന് അപ്പൊ കുഴപ്പമില്ല. അപ്പൊ കിട്ടൂല. ചാവിയോ? ചങ്ങായിയെ, ഇത് വേറെ ചാവിയല്ലേ ഇതിന്? ഇതിന് വേറെ ചാവിയല്ലേ? അത് എനിക്കറിയില്ലേ. ഇതിനോട് എന്താ പറയാ, എങ്ങനെ പറയാ? ഇതിന്റെ ചാവി കണ്ടോ? അയാളെ എടുത്ത ചാവി കണ്ടോ? ആക്കണേ. മൂപ്പരതാണേ, മൂപ്പര ചാവിയല്ലേ ഇത്? എന്നാലും നിങ്ങൾ പൊട്ടിച്ചല്ലേ? തന്നാളി, ഞാൻ തിന്നട്ടെ. പൊട്ടിച്ച പൊട്ടൂല. അറിയില്ല, ഇത് എന്ത് കട്ടിയിട്ടും വരില്ല, പൊട്ടൂല. സംസാരിക്കുക. പ്ലീസ് ഗിവ് മീ യുവർ ചാവി എന്ന് പറഞ്ഞ. ഒരു കിലോയ്ക്ക് 1 കിലോയ്ക്ക് എത്ര പറഞ്ഞ? 1.20.
ഹരിസോൺ പറഞ്ഞാല് ഡിസ്കൗണ്ട് ഹരിസോൺ എന്ന് പറഞ്ഞാലോ സൽമാനൊക്കെ കുറപ്പിച്ച് Hatam business var. Doksan. Business berbat. സൽമാൻ ഇത് പിടിച്ചാ ബാർഗെയിൻ ഉഷാറ. എത്ര കിലോ വേണോ? കിലോനോ 1 കിലോ പോരെ? 1 കിലോ വരെ കുറച്ചതി Bakın mı gireyim mi? ആക്കും വേണ്ട. Kilo mu gireyim? Ya kilo bak işte. എന്താ പറഞ്ഞേ? वो 1 किलो था. Half kilo. Yarım kilo. 11 കിലോ. 1 kilo bu. ആ ഇതിന് 2 എടുത്താൽ മതി. ഇത് 1/2 കിലോനാണ്. ആ ഇത് 2 എടുക്കണോ? അതെല്ലാം ലൂസ് വേണം. 1 kilo. Ne olsun yok şu? ഇത് വാങ്ങാണോ അവർക്ക് നല്ലത്. അതിനെ പാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. वो कितना बरे? वो कंचा 11 किलो. Bu yarım kilosu 60 mı? അതെന്താ പൈസ മാറ്റണ്ടോ? वो 1 किलो से 90 में. Ne? ഏ? İnesmiş. എന്തൊക്കെയോ പറയുന്നൊന്നും മനസ്സിലാവണില്ല. അതാണ് ഒരു പറയണത് പാക്ക് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ആ ഈ 1/2 കിലോന്റെ ഒരു പാക്കറ്റിന് 60,000 സൂം വെച്ചിട്ട് കൊടുക്കണം. വേണ്ട പാക്ക് ചെയ്യാത്ത മതി. പാക്ക് ചെയ്തത് ആ മതി. അതിന്റെ ആവശ്യമില്ല. അല്ല അപ്പൊ കാര്യമില്ല അറിയണേ. അപ്പൊ പാക്ക് ചെയ്യുമ്പോ നമ്മളെ പെട്ടിയിൽ ഇഷ്ടം പോലെ സ്ഥലമാണ് അതിലും ടച്ചാ പോരെ. കേട്ടിട്ടൊന്നുമില്ലല്ലോ. ഇവിടെ വേറൊരു അണ്ടിപ്പരിപ്പ് നല്ല ടേസ്റ്റ്. അണ്ടിപ്പരിപ്പോ? Burası da 90 bin beri. Burası da 100 bin beri. Yok hani. Başka yok. Düşmedi başka. ഇത് രണ്ടെണ്ണാണെങ്കിൽ 90,000 സൂം. ഇത് രണ്ടെണ്ണാണെങ്കിൽ 1 ലക്ഷം സൂം പാക്ക് ചെയ്ത്. വേണ്ട അപ്പൊ അതോ? അക്ക ബോ കഞ്ചാ 90 bin. അത് 90,000 ആണ്. Bu bundan. ആ Bundan. രണ്ട് Bu സെയിം başka. ഇത് വേറെയാണ്. അല്ല അത് മതി. സെയിം മതി. എന്ത് ഗോൾഡ് ഇത് പാക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ. അത് അത് എയർ ടൈറ്റ് ഇത് Ozot. Ozot değil. ആ In ഓ ozot. ആ ഓസോ ടയർ ടൈറ്റ് ആണ്. ഇത് മറ്റേ എടുത്താ അത് മതി. In ozot. İnan ne başım kusura ya mamka. അതിനെന്താ പറയാ നിങ്ങൾക്ക് തന്നെ അറിയില്ല. In gayrat. In gayrat. ആ In ozot. ആ ഓക്കെ എന്ത്? എന്തൊരു തൊക്സാം ഇങ്ങനെ വരും. 90 bin? Yok. Burası 90. ഏ ബി അക്കാജോ Akaca bu kıymet keledi. Bu arzum keledi. Öşen farklı değil. 10 bin farkı bu. 10 bin. ഇത് വാങ്ങിയ പോരെ? ആ മതി. ഏത് മറ്റേ വാങ്ങിക്കോ. 10,000 സൂമിന് വ്യത്യാസമുള്ളൂ. Akocam. 10,000 10 സോമില്ലേ? bin sömka. Yaksın olasınız. 10 bin söm kamika. Bana bunu olasınız. Hastin ഈ olasınız. സ്ഥലം പിന്നെ നമുക്ക് ഇത് പാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ല നല്ലത്. എനിക്ക് കുറച്ചും ക്വാളിറ്റി ഉണ്ട് തോന്നുന്നു. Bu half kilo half kilo. ഹാഫ് കിലോ ഉണ്ടോ? ആ ഉണ്ടോ? ഇതിന് മനസ്സിലാവും. അത് തൂക്കി വെക്കാലോ അവിടെ ഉണ്ടല്ലോ. Böyle tarazam bunu. അറിയില്ല. Tarazam bunu söke. നമ്മളൊരു പൊട്ടന്മാരമായിരിക്കും. ആണ്ടേ എന്താ സംസാരിക്കണം മനസ്സിലാവണില്ല. അത് കവറിന്റെ ഗ്രാമാ. In ozot değil. Ozot değil. ആ അത് മതി മുത്തേ. അതൊക്കെ അറിയാലേ. Badam tiyam badam. ഇത് എടുത്തിട്ടോ അതെടുത്തു ഇതന്നെ എടുത്തു. സൽമാൻ എന്തൊക്കെയോ പറഞ്ഞാണ്ട് എടുത്തു. എനിക്കറിയില്ല എന്തൊക്കെയാ സോം പറയുന്നുണ്ട്. എന്ത് സോമാണെന്ന് മനസ്സിലാവണില്ല. അതൊന്നും വേണ്ട. Halva tiyam halva. ഇത് മാത്രം മതി. നമ്മളിവിടെ വന്നിട്ട് Aynı kışada kaç gece akra. നെയ് ചായ അത് വേണ്ട. ഹിന്ദി മാത്രം. ഹിന്ദി ആണെങ്കിൽ ഞാൻ ചറപ്പറ പറഞ്ഞു. പൈസ എടുത്തോ? ഹിന്ദിയാണ് ഞാൻ ചറപ്പറ പറഞ്ഞു. ഇപ്പൊ അത്രേ ഉള്ളൂ. എന്നാ ബാ പോയിക്കോ ഇത് ചാടി. ആ ഇത് ഞാൻ കഴിച്ചിക്കണേ. ഇത് കഴിച്ചിക്കണേ. ഇത് കിവി. ഇതെന്താ പ്ലംസ്? ഇത് മാത്രമേ. ഇതൊന്നും എന്താ സംഭവം എന്നറിയില്ല. ഇതൊന്നോ എടാ ഇതൊക്കെയാ ഓറഞ്ചിന്റെ ഷേപ്പ്. ഓറഞ്ചിന്റെ ഷേപ്പല്ല അത് ഓറഞ്ച് കഴിക്കാരം. ഷേപ്പ് മാത്രമേ ഉള്ളൂ. ചിപ്സ് ഒക്കെ നമ്മളെ നാട്ടിലെ ചക്കക്കുരു വലിച്ച നമ്മൾ തിന്നാത്ത സാധനങ്ങൾ വേറെ ഉണ്ട് ഇവിടെ. അത് തിന്നാത്ത സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കോ. അല്ലേ? ഇതാണ് നേരത്തെ ഫസ്റ്റ് അയാൾ കാണിച്ചെന്ന സാധനം. ഇതിട്ടാണ് ചായ ഉണ്ടാക്കില്ല കാരണം അത് ശരിക്കും ചിലപ്പോ വീഡിയോയിൽ കാണുന്നുണ്ടാവും. താഴത്ത് കാണുമ്പോ ഛർദിക്കാൻ വരിക. നോക്കണപ്പോ ഇങ്ങോട്ട് നിർത്തണം. എന്തായോ ഞാൻ പച്ചിറച്ചി വരെ കണ്ടിട്ടില്ല. ഇതാ പച്ചർച്ച തന്നെയാണതേ. അതല്ലേ ഞാൻ പറഞ്ഞതാ. ഞാൻ ചിക്കൻ സ്റ്റോൾസ്ക്കൊന്നും പോകാറില്ല. ഫുഡ് ഭയങ്കര ടേസ്റ്റ് ആണ്. റീൽസിൽ കാണുന്നത് ഏത് ഇത് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കുന്ന ഫുഡ് ഞാൻ നിൽക്കുന്ന നാവ് നല്ല ടേസ്റ്റ് ആണ്. ഏതൊരു പെണ്ണുണ്ട്. നിങ്ങളെന്താ കഴിക്കാത്ത? ഞാൻ എനിക്ക് പിടിച്ചോ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ. എനിക്ക് ഇനിയുള്ളൊരു ആഗ്രഹമാണ് ഒന്ന് പാമ്പിറച്ചി.
ഒന്ന് മുതലിറച്ചി, പിന്നെ തവള. തവള വേണമെന്നൊന്നുമില്ല, തവള എല്ലായിടത്തും കിട്ടുമല്ലോ. അങ്ങനത്തെ സാധനമൊക്കെ നമ്മൾ വെറൈറ്റി മീറ്റുകൾ ട്രൈ ചെയ്യാം. എൻ്റെ പച്ചയിറച്ചി ഞാൻ തിന്നുണ്ടല്ലോ. നടക്ക്, എനിക്ക് ഒരു കുതിരനാവ് വാങ്ങി തരട്ടെ, കുടല് വാങ്ങി തരട്ടെ, കുടലിന്റെ ഉള്ളിൽ ഇറച്ചി ഇവിടെ മറ്റേ സോസേജ് മാതിരി കൊടുക്കും കേട്ടോ. കുടല് ക്ലീൻ ആക്കിയിട്ട്, അറിയോ, കുടല് ക്ലീൻ ആക്കും, എന്നിട്ട് വെള്ളമൊക്കെ വെച്ച് ക്ലീൻ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ സോസേജ് പോലത്തെ ഇറച്ചി കുത്തി നിറക്കും, എന്നിട്ട് അത് വെക്കാൻ വെച്ചിട്ടുണ്ടാവും അവിടെ. അതിലുണ്ടാവും. ആക്കണത് അത് ഇതല്ലേ, റോസ്റ്റ് അല്ലേ? വലൈക്കും അസ്സലാം. മോനെ കാണിച്ചു കൊടുത്തോളാം. ബദാം, അണ്ടിപ്പോ. ഇന്ത്യ. India, Uzbekistan, good. India feeling good. This Delhi. ഡൽഹി വാല. Delhi from. Where from? Mumbai? കേരള. Kerala. Here, badam, megiri mambara badam. വലൈക്കും അസ്സലാം. ബ്ലോഗറാണ് പറയുമ്പോൾ എല്ലാവരും മനസ്സിലാണ് പറയുന്നത്. നോ. എന്താ പറഞ്ഞിട്ട് മനസ്സിലായില്ല. വാ, എവിടെ സൽമാൻ? അവിടെ അതാ അവിടെ. അല്ല, ഇറങ്ങല്ലെന്നാ. ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അതൊക്കെ പറയും. ഡ്രസ്, ബാഗ്, അങ്ങനത്തെ കടകളൊക്കെ പറയും. നമുക്ക് അങ്ങോട്ട് പോകാം. വാ, പോയൊക്കെ എന്തായാലും. ഇതിന്റെ ബാഗ് ഇടല്ലേ, ഇത് പിടിച്ചാ. ഇവിടുത്തെ ഉറുമ്മത്തിന് വലിപ്പം നോക്കി. അത് നോക്കി കുട്ടി. നടന്നോളി രണ്ടാളും. എന്റെ കുട്ടി ചട്ടയൊക്കെ ഇവരൊക്കെ എന്താ പറയണേ? നീ പാവം കാക്ക, നല്ല പ്രായം. ഹായ്. എന്ത് ഇപ്പൊ നമ്മളിത് അവിടുത്തെ പച്ചക്കറി മാർക്കറ്റിലേക്ക് കയറാണ്. അവിടെ എന്താ ഒച്ച? മോനെ വൻ ക്ലീനില്ല എവിടെ. പക്ഷെ ഉണ്ടല്ലോ, ഉസ്ബെക്കിലാറെ സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. കസാഖത്തിലാറെ സാധനങ്ങളുണ്ട് കേട്ടോ. ഓ, മഷ്റൂമൊക്കെ. ഇത് മറ്റേ സാധാ. പച്ചമുളകിന്റെ വലുപ്പം നോക്ക്. അത് വെളുത്തുള്ളി വലിയ തോന്നുന്നുണ്ട്. കുറച്ച് ആ പച്ചമുളക് നോക്ക്, എന്റെ മുഖത്തിന് അത്ര ഉണ്ട്. അത് അതൊന്നെടുത്ത വെച്ചോക്ക്. എരിയുണ്ടോ? ഏയ്, അവിടെ നല്ല രസല്ലേ. ഇതിലെന്തോ ഉണ്ടാക്കുമല്ലോ. എന്തോ ഉണ്ടാക്കും. ബീട്രൂട്ട് നോക്ക്. ബീട്രൂട്ട് ഇതൊരു ബീട്രൂട്ടിന്റെ ആളാട്ടോ. വെറും ബീട്രൂട്ട് ക്യാരറ്റ് ഉപ്പേരി മാത്രം നിന്നുള്ളൂ. എപ്പോഴും പേര്. എന്നിട്ട് എനിക്കിപ്പോ എന്നും തന്നെ, എന്നും ചിക്കനും ഇതും തിന്നിയ ഞാനിപ്പോ മറ്റേ ഇത് കണ്ടിട്ട് ഇവന്താ ഒന്നും എഴുതിയേക്കാത്ത. മുളക് പൊടി, മഞ്ഞപ്പൊടി ഇല്ല ഇതില്. ചില്ലി. ചില്ലി നല്ലോട്ട് 3 ഉണ്ട് അവിടെ. എന്തൊക്കെ എടുക്കണ്ട്. പോരെ നമുക്ക് പോകാം. നോ ബ്രദർ. ആണല്ലോ അടുത്തല്. നോക്ക് കൽക്കണ്ട നോക്ക്. സീന് തുറണ്ട. കൽക്കണ്ട തന്നെയല്ലേ?
ഡ്രസ്സ് കടയുടെ ചോദിക്കാൻ പോയതാ. ആര്? ആ വെളുത്തുള്ളിയൊക്കെ എന്താ സൈസ് അല്ലേ? ഇഞ്ചി നോക്ക്, ഇഞ്ചി ഉണ്ടോ? നോക്ക് ഇഫ്ര, ഇഞ്ചിന്റെ വലുപ്പം നോക്ക്. ഓ ഇഞ്ചും ഇമ്മച്ചിക്ക് ഉപകാരമാവുന്ന എനിക്ക് തോന്നുന്നുണ്ട്. ഇമ്മച്ചി അതിന്റെ വലുപ്പം എടാ ഇവലെ പല്ല് സ്വർണ്ണ കളർ, ട്രഡീഷൻ ആണ് ഇവിടുത്തെ ആൾക്കാരുടെ പല്ല് സ്വർണ്ണ പല്ല്. സ്വർണ്ണയും സിൽവറും. അമ്മല്ലേ അത് ഒരു വെക്കുന്നതാ? അത് പല്ലേക്കാതെ ആവണതോ? നമ്മളവിടെ ഉണ്ട് പല്ലേക്കാതെ മഞ്ഞ കളറാ. വാറിന്റെ സമയത്ത് ഓരോ സ്വർണ്ണങ്ങളും ഇതൊക്കെ ചെങ്കിസ് ഖാനാണ് തോന്നുന്നത് കൊണ്ടുവരുന്നത്. അവിടക്ക് എനിക്ക് കഥ ഫുള്ള് അറിയൊന്നുമില്ല. മൈക്ക് ചാടി. അത് കുഴപ്പമില്ല, എനിക്ക് ബേസ് പറഞ്ഞാ മതി. കിട്ടി എൻ്റെ അവിടെ തന്നെ ഉണ്ടോ? അത് പണ്ട് വാറിന്റെ സമയത്ത് ഇവിടുത്തെ ആൾക്കാരുടെ സ്വർണവും സംഭവങ്ങളൊക്കെ ഈ പട്ടാളക്കാർ ഇവരൊക്കെ പിടിച്ചുകൊണ്ട് പോയിരുന്നു. അപ്പൊ അത് പോവാതിരിക്കാൻ വേണ്ടി ഒരു ഏറ്റവും സേഫ് ആയിട്ട് കണ്ടത് പല്ലിന്റെ ഉള്ളിൽ ആക്കി വെക്കുക, പല്ല് ലാമിനേറ്റ് ചെയ്യുന്ന പോലെ വെക്കുക. അപ്പൊ വായ തുറന്നവരെടുത്ത് കൊണ്ടുപോലല്ലോ. അങ്ങനെ ആയിരുന്നു സ്വർണ്ണം ആക്കിയിരുന്നത് ആദ്യം. അപ്പൊ അതൊരു കൾച്ചറിന്റെ ഭാഗം. അവിടെ ഉള്ള ഒരുവിധം ഒരു 40+ ഏജിലുള്ള എല്ലാ ആൾക്കാർക്കും പല്ല് സ്വർണ്ണപ്പല്ല. പക്കാ സ്വർണ്ണം ഉള്ളവരുണ്ട്, പിന്നെ നമ്മളെ അടുത്ത പോലെ ലാമിനേറ്റ് ചെയ്യുന്നവരുണ്ട്. നല്ല രസമാണ്. പോണീന് മുന്നേ എൻ്റെ സ്വർണ്ണപ്പല്ല. വേണ്ട വേണ്ട. ഇത് വെറും കേട്ടറിവ് മാത്രമാണ്, സത്യമല്ലെങ്കിൽ എന്നെ ആരൊന്നും ചെയ്യുന്നു. അതെ, എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്തിട്ട് കമന്റ് ചെയ്യാം എല്ലാവരും. അല്ല സൽമാനോടെ ആക്കണം വരും. ഇതെന്തത് കല്ലന്നെ? കല്ലാണിത്. ഇത് നമ്മളെ എനിക്ക് വീട് പണി നടന്ന സമയത്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാം ആഡ്സിൽ ഫുള്ള് ഇതാവുന്നിനി മറ്റേ തേപ്പിന്റെ ചുമരുമാക്കണ ആ സാധനം തന്നെ അല്ലേ? കല്ല് അല്ല, അതിന് പുതിയ എന്തോ ഒരു സാധനം പറയും, മിച്ചറോ. ഈ സൽമ എടുക്കാത്ത കോമഡി കേട്ടോ. ചിരിച്ചോ? നമ്മള് ഇന്നലെ തിന്ന പെണ്ണ്, ആ ഇന്നലെ തിന്ന പെണ്ണ് ഡ്രസ് പോരും. വല്ലാത്തൊരു ഡ്രസ്സായി. എടാ ബാഗും ഉണ്ട്. എന്നാ ഡ്രസ്സും കണ്ടാണ് വാ. അവിടെ ഫോൺ കേസും ഉണ്ട് കൊറേ. ആ കുട്ടീൻ്റെ മുഖം എന്താ പൊള്ളിക്കണം. അപ്പൊ നമ്മള് ഇവിടുത്തെ ഡ്രസ്സിന്റെ സെക്ഷനിലേക്ക് കിടക്കാണ്. അല്ല ഞമ്മക്കിതിനെ ചാവി. അവിടെ നല്ല ക്ലീൻ ആട്ടോ മൊത്തത്തില്, സ്ട്രീറ്റൊക്കെ നല്ല ക്ലീനാണ്. ഒന്ന് ഇന്നൊക്കെ ഒന്ന് നോക്കിക്കളേ. തല അങ്ങോട്ട് തിരിഞ്ഞ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞിട്ടില്ലല്ലോ. ഇതൊക്കെ ഇവിടുത്തെ ആ ഷോളുകളൊക്കെ ട്രഡീഷണൽ ഷോളുകളൊക്കെ. ഏത് ഈ വൈറ്റോ? ഓ ഒരു അബായ തന്നെ, പക്ഷെ ഇതിന്റെ ക്ലോത്ത് വേറെയാണ്. നല്ല ക്ലോത്ത്, സുഖല്ല ക്ലോത്ത്. സുഖല ക്ലോത്ത് അല്ലാന്നോ? ആണെന്ന്. ഇതിന്റെ വള്ളി ഏതാണോ ഉള്ളത്തെ? ആ നല്ല ഇതെടുത്താലോ? സംഭവം എനിക്ക് ബാഗ് വാങ്ങാൻ വന്നതാണ്. ബാഗ് ഈ നീലേ ഇതാണ് കറക്റ്റ് ആയിരിക്കും. ആ ക്യാമറ മാത്രമേ ഇല്ല. വേണ്ട എന്നാ തന്നെ ആക്കല്ലേ? ചീഞ്ഞ വേണം. അല്ല ഇങ്ങനത്തെ പേപ്പർ ഇടണം.
എന്നാ അതെടുക്കാം. ഇത് സംഭവം എനിക്ക് വാങ്ങാൻ വേണ്ടിട്ട് വന്നതല്ലേ? അല്ല, ഇത് ക്യാമറ ഇടാനല്ലേ. ഇതെന്താ വെച്ചാൽ ഇപ്പം ഇന്നലെ ആ മഴയത്ത് ആ ബാഗ് ഫുള്ള് നനഞ്ഞു. ഇതാകുമ്പോൾ അധികം ഉള്ളിൽ പോവില്ല, കുറേയൊക്കെ വെള്ളം പുറത്ത് പോകും. പോവണം, പോയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ആ പുതിയ സിബ് അങ്ങനെ തന്നെ ആവൂലേ? എന്നാ ഇതാക്കാം. ഒരു ബാഗ് നിങ്ങൾ വാങ്ങിയില്ലേ? ഒരു ബാഗ് എനിക്ക് വാങ്ങി തരിട്ടെന്നാ. ആ വാങ്ങിത്തരാം. ഞാൻ കാത്തിക്കെ നിങ്ങളൊരു ബാഗ് വാങ്ങാൻ. എത്ര രൂപ 1,30,000. അപ്പോൾ 1,30,000 പറയുമ്പോൾ ഏകദേശം 1200. എന്നാ അതെടുക്കാം, ഉറപ്പിച്ചു. ബാർഗനിങ് 1 തരം 2 തരം 3 തരം അല്ലേ? നമ്മള് പെണ്ണുങ്ങൾ ഇങ്ങനെ അന്തം വിട്ട് നോക്കാം അല്ലേ? സത്യം പറഞ്ഞാൽ പെണ്ണുങ്ങളല്ലേ ഫസ്റ്റ് ഷോപ്പിംഗ് ചെയ്യാ. ഇത് മുഴുവൻ ചെക്കന്മാരാ ചെയ്യുന്നത്. 950. ആ ഇതൊക്കെയാണ് 955 റുപ്യ. ആ അല്ല, അത് കൂട്ടിയപ്പോൾ ഇപ്പോൾ കറക്റ്റ്. അതിൽ തന്നെ എനിക്കും ആ കവറൊക്കെ വേണമെങ്കിൽ ഇതിൽ കിട്ടുള്ളൂ. നോട്ട് കിട്ടിയാ കിട്ടി. എന്ത് എന്തോ ചോദിക്കണ്ടേ, എന്തൊക്കെയാ പറയണ്ടേ ചെക്കൻ. അത് ഇതിക്കനടാ. ഇതേ വലിപ്പം കൊള്ളുമല്ലേ നോക്കാൻ വേണ്ടിയിട്ട് എടുത്തതിന്. ബാഗ് കിട്ടിയ സന്തോഷായി. ബാഗ് ഇട്ട് സന്തോഷം. എന്നാ എനിക്കൊരു ബാഗ്, ഒരു ഡ്രസ്. ആ ഞാൻ ഇട്ടു. ഓക്കെ, എല്ലാം വാങ്ങി തരണം. അയ്യോ. അപ്പം നമ്മൾ എന്താ പറയുക, ഇവിടുത്തെ കറക്കൊക്കെ കഴിഞ്ഞ് പോവാണ്. അതെ, വലിയ കോമഡി ഉണ്ടായി. ഇഫ്ര ഒരു ബാഗ് മേടിക്കാൻ പോയി. അതിലാദ്യം ബാഗിന് പൈസ പറഞ്ഞു 1,60,000 അല്ല 60,000 പറഞ്ഞു. അതെ, പിന്നെ ഞങ്ങള് വേണ്ട പറഞ്ഞു പോയി. പിന്നെ അവിടെ തന്നെ വന്നിട്ട് പിന്നെ നോക്കിയ പോലെ പറഞ്ഞ് 1,80 പറഞ്ഞു. എങ്ങനെ വാശി എനിക്ക് കുറക്കൂലെന്നുള്ള വാശി. അപ്പം നമ്മളെന്താ അവിടുന്ന് പോന്നു. എന്നിട്ട് നേരെ ഓൺലൈനിൽ എടുത്തിട്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്തിരിക്കണ് പറയുന്നുണ്ട് സൽമാന്. ഓൺലൈനിൽ ബുക്ക് ചെയ്തപ്പോൾ 1,20,000 കിട്ടി. അത്രേ ഉള്ളൂ, ഒന്നില്ലെങ്കിൽ ഒന്ന്. അല്ല അപ്പം എന്താ ഇതുണ്ടോ, ഇവിടുത്തെ വലിയ സ്ട്രീറ്റാണ്, കുറേ ഉണ്ട്, ഭയങ്കര നീറ്റുമാണ്. നിലാണെങ്കിലും ഫുൾ നീറ്റാണ്. അപ്പോൾ നമ്മൾ വീണ്ടും മെട്രോ കയറാൻ വേണ്ടിയിട്ട് വന്നതാണ്. മെട്രോയിൽ പോവുകയാണെങ്കിൽ 25 മിനിറ്റും കാറിൽ പോവുകയാണെങ്കിൽ 3/4 മണിക്കൂറും. അപ്പോൾ എന്താ നമ്മൾ അവിടുന്ന് വെക്കൽ വേറെ റൂമിലെത്തി. ഇതാണ്ട് ഇവിടുത്തെ പൈസ. എത്ര ലക്ഷം? 2 ലക്ഷം. ഒറ്റ 10, 100, 1000, 10,000, ലക്ഷം. ഇത് 1,00,000-ന്റെ 17 നോട്ട്. സോറി, 11 നോട്ട്. ഇതാണ് ഇവിടുത്തെ പൈസ. നമ്മളെന്താ വെച്ചാൽ ഇവിടെ കാർഡ് എടുക്കൂല, പൈസ മാത്രം എടുക്കുള്ളൂ പറഞ്ഞപ്പോൾ സൽമാൻ വിഡ്രോ ചെയ്താ. നമ്മൾ ഇന്നത്തെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞു. മഴ പിന്നെയും തുടങ്ങിയപ്പോൾ നമ്മൾ ഇങ്ങോട്ട് തന്നെ കയറി. അപ്പോൾ ഏതായാലും നമ്മൾ റൂമിലെത്തിയിട്ട് ബാക്കി കാണാം.